Hello everyone, welcome to our channel. നമുക്കൊരു ബോട്ടിലാണ് വേണ്ടത്. ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ, ഈ രണ്ട് സൈഡും നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ പറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിൽ, സോസിന്റെ ബോട്ടിൽ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ക്യാപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണിത്. അടുത്തതായിട്ട് നമുക്ക് ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ ഫെവിക്കോൾ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ടിഷ്യൂസ് ആണ് വേണ്ടത്. ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 3 ലേഡും 2 ലേഡും ഒക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ബ്രഷ് വേണം, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗമ്മും പെയിന്റും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ വൈറ്റ് കളർ അക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ കുറച്ചും കൂടി പ്രിന്റഡ് വർക്ക് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. പിന്നെ ഒരു സ്പോഞ്ച് വേണം, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടിലേക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാനാണ് ഈ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ബോട്ടിലിൽ പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അക്രിലിക് പെയിന്റിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ഈ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് എപ്പോഴും സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പീലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഡ്രൈ ആവണം. നല്ല കട്ടിയിൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുറച്ചധികം എടുത്തിട്ട് കാര്യമില്ല. നമുക്കിതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം പെയിൻറ്റ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇത് ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തിൻ ലെയർ ആയിട്ട് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം, ലെയർ ബൈ ലെയർ ആയിട്ട്. ഫസ്റ്റത്തെ ലെയർ ഡ്രൈ ആയിട്ട് സെക്കൻഡ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഡ്രൈ ആവണം. സൺ ഡ്രൈ ചെയ്യുക, സൺലൈറ്റിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ ഡ്രയറോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എളുപ്പത്തിന്. ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്കിൻ്റെ പോർഷനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കാം. ചോക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചോക്ക് പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജെസോ ആണെങ്കിലും നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം നോർമൽ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓവറായിട്ട് അടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു കോട്ട് അടിച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെയിലത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ ടൈം ഉള്ളവരാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം. അപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടും. എന്നിട്ട് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം, ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം ഇപ്പോൾ 2 കോട്ടും കൂടെ അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. 3 കോട്ട് അടിച്ചിട്ടുണ്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ്. അപ്പോഴേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഞാൻ 3 കോട്ട് അക്രിലിക് പെയിൻറ്റ് അടിച്ചതിന് ശേഷമുള്ള ബോട്ടിലാണിത് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട നമ്മുടെ പ്രിൻറ്റഡ് ടിഷ്യൂ ആണ്. അപ്പം ടിഷ്യൂ അത്യാവശ്യം വലിപ്പമുള്ള ടിഷ്യൂസ് തന്നെയായിരിക്കും. ഇതേപോലെ ഡിസൈൻസ് ഉണ്ടാവും, പല ഡിസൈനിലും അവൈലബിൾ ആണ്. അപ്പം
നമുക്കിതിനിങ്ങനെ 3 നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതേപോലെ ഒരു ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 2 ലെയറും എടുക്കാതിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഇപ്പോൾ വെള്ളം യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പം ചിലപ്പം ഈ ടിഷ്യൂസ് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഒരു ലെയർ അവിടെ തന്നെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഗമ്മ് മാത്രമേ, വളരെ കുറച്ച് ഗമ്മ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബോട്ടിലിൽ മാത്രമല്ല, നമുക്ക് വേറെ ഗ്ലാസ്സിൽ ചെയ്യാം. നമ്മളുടെ നോർമൽ വാട്ടർ ഗ്ലാസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ
കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ബാക്ക് സൈഡിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോൾ ഓഫ് ചെയ്യുന്ന മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ലീഫിൻ്റെ പോർഷൻ സെയിം രീതിയിൽ തന്നെ ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാർണിഷ് ആണെങ്കിലും മതിയാവും. നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികം റബ്ബ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ടിഷ്യൂസ് പീലായി വരും. നമ്മൾ ഫെവിക്കോൾ അടിക്കുമ്പോൾ കുറച്ചിങ്ങനെ ലൈറ്റ് കളറൊക്കെ ഒന്ന് പോയ പോലെ ഉണ്ടാവും. അപ്പം നമുക്കത് ഉണങ്ങി കഴിയുമ്പോൾ ശരിയാവും. ഇത് ഫെവിക്കോൾ അടിക്കുമ്പം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് പോലെ തോന്നും, പക്ഷെ അത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. താഴത്തെ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടാ. പിന്നെ കമൻസ്, നിങ്ങളുടെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.